ആശിഷ് എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആൻഡ് ഡേ 3 അല്ല ഡേ 4 ഇൻക്ലൂഡിങ് ആശിഷ് കുളിച്ച് റെഡി. എന്താ ആശിഷ് പോവല്ലേ? ലൈറ്റേ ഇല്ല ജി. നെല്ലിയാപതി അല്ല എന്തോന്നിലും പറഞ്ഞില്ലേ? നീലാംബതി നീലാംബതി. ആ okay, so this is day 3 and day 3 അല്ല day 4 including എന്താ. അപ്പൊ ഇന്ന് 4ാമത്തെ ദിവസം. ഇന്നാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഊട്ടി ട്രിപ്പ് കഴിഞ്ഞു. തിരിച്ചു പോണം. ഊട്ടി കഴിഞ്ഞു. പുടിച്ചിട്ട് സോ കഴിഞ്ഞു. ഇനി ഞങ്ങള് റെഡി ആയിട്ട് 2 പേര് ഇതാ. ഒരാൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഒരാൾ എണീറ്റിരിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം വരും, തെരിയുമില്ല, എല്ലാം വരും വിത്ത് വോയിസ്. ഓക്കെ, ഇനി പാക്ക് ചെയ്യണം. പാക്ക് ചെയ്യാനുള്ള കണ്ടോ എല്ലാവരുടെയും തിങ്സ് അവിടെ 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 കിടക്കുന്നുണ്ട്. സോ ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങളിപ്പോ പോവും. ഇനി ഫുഡ് കഴിക്കാൻ പോണം. നമ്മൾ പാക്ക് ചെയ്യും. പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് ആശിഷ് ബാംഗ്ലൂർ പോവും, ഞാൻ പാലക്കാട് പോവും, എൻ്റെ വീട്ടിലേക്ക് പോവും, ഗിരീഷ് അവൻ്റെ വീട്ടിലേക്ക് പോവും, തിരിച്ച് ഷിബിനും ശിവന്റെ എന്ന് പറഞ്ഞിട്ട് ഷിബിന്റെ വീട്ടിലേക്ക് പോവും. അങ്ങനെല്ലാം കഴിഞ്ഞു ഗൈസ്. പക്ഷെ ഒരു ഡീലിംഗ് ബാക്കിയുണ്ട്. ഞാനും ആശിഷും ഡീലിംഗ് ഉണ്ടായിരുന്നു. ലൈക്ക് അത് വരെ ഉണ്ട്. റീൽ എടുക്കാനുണ്ട്. ആമാ ഞങ്ങളൊരു റീൽ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എടുക്കുമല്ലോ എന്നുള്ളത് അറിയില്ല. എല്ലാം റെഡി ആയിട്ട് വേണം എടുക്കാൻ. അതല്ലാതെ എനിക്കും ആശിഷിനും ഒരു ഡീലിംഗ് ഉണ്ടായിരുന്നു. ആശിഷ് ഒരു കാര്യം ചെയ്താൽ ഞാൻ വന്നിട്ട് ഹാഫ് ബോയിൽ കഴിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഓംലേറ്റ്, പുഴുങ്ങിയ മുട്ട അല്ലെങ്കിൽ സ്ക്രാമ്പിൾഡ് എഗ്സ് ഇതൊക്കെ കഴിക്കാറുള്ളൂ. ഹാഫ് ബോയിൽ ഒന്നും കഴിക്കാറില്ല. അപ്പോൾ എനിക്കും ആശിഷിനും ഉണ്ടായിരുന്ന ഒരു ഡീലിംഗ് ആണ് ഹാഫ് ബോയിൽ ഞാൻ കഴിക്കണം എന്നുള്ളത്. ആശിഷിന്റെ സൈഡ് ചെയ്തു. സോ ഇന്ന് ഹോപ്പ്ഫുള്ളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഹാഫ് ബോയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാട്ട് ചെയ്യുന്നതായിരിക്കും. തമിഴ് സബ് ടൈറ്റിൽ. ഓക്കെ, തമിഴ് സബ് ടൈറ്റിൽ. ഓക്കെ, ആശിഷ് പറഞ്ഞോ. ഇല്ല, നിങ്ങൾക്ക് ആശിഷിനും എന്റെയും ഇടയിലുള്ള ആ ഡീലിംഗിൽ ആശിഷ് എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബിലോ. മേസ്ത്രി ആ മിസ്റ്ററി എന്താന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമന്റ് ബിലോ. ആൻഡ് അതിൽ നിങ്ങൾക്ക് അവൻ എന്താണ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള അത് അറിയുമെങ്കിൽ അതും നിങ്ങൾ കമന്റ് ബിലോ.
லேப்டாப் இருக்கு அப்படியே சென்டரில் ஒரு இடத்துல மட்டும் இருக்குன்னா எனக்கு ஒரு ப்ராப்ளம் ஆகிடும்னு நினைக்கிறேன். ஆகும் எடுத்து லேப்டாப் நான் யோசிக்கவே இல்லை. இவ்வளோ நேரம் கழிச்சுருங்க. இது விட்டுருங்க அவ்வளோதான். இது விட்டுருங்க, ஏன்னா இது ஆல்ரெடி ஸ்டாப்பில் இருக்குல்ல. அங்கே ஸ்டாப் பண்ணிடுறேன். அப்போ கயிறு ஒரு கயிறு நீங்கள் பாருங்கள் ஸ்டாப் பண்ணியிருக்கேன். ஆமாம், இது நின்றுக்கும். இது ஈஸியாக நின்றுக்கும். இந்த பேக் விழுந்தால் தான் இந்த பேக் விழும். இந்த பேக் இந்த பேக் இது விழவே வாய்ப்பு இல்லை. இப்போ அவ்வளோ ஆக்சுவலாக ஒன்று சொல்கிறேன். இந்த ஒரு கயிறு இருக்குல்ல, நான் வரும்போது இத்தனை கயிறில் கட்டினேன் தெரியுமா? இந்த ரெண்டு கயிறு எடுக்க. ஐயோ சரி பரவாயில்ல. உங்களுக்கு மேலே இருக்கிறது தான் போச்சு. பிரச்சனை இல்லைல்ல. எடுக்கும்போது பார்த்து எடுத்து ஸ்க்ராட்ச் ஆகிடும். இது மட்டும் இதுக்குள்ளே எடுத்துருக்கேன். அது மட்டும் பார்த்து. அப்போ இங்கேயும் அப்படி விடலாமா? அதாவது அங்கே பாருங்க. அப்போ உட்காரங்க நல்லா இருக்குங்களா? கழட்டுங்க. பரதர் இதே உள்ள விடணுமா? அதுவும் போட்டு எடுத்துருங்க. அதை எடு. பிடிச்சிக்கிறேன். பரதர் உள்ளோட இருங்க ஸ்க்ராட்ச் ஆகிறாங்க. கிளம்பிட்டோம். இங்கெல்லாம் சாப்பிட்றது ஒரு கலந்து போயிருந்தா பயமா இருக்கு. ഓക്കെ, അങ്ങനെ നമ്മൾ കഴിക്കാൻ വന്നു. കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ ആശിഷാവിൻ്റെ സ്ഥലത്തേക്ക്, ഞങ്ങൾ 2 ബൈക്ക് വേറെ സ്ഥലത്തേക്ക് അങ്ങനെ പോവാം. സോ ഇപ്പം ഡീലിങ്, ഞാൻ പറഞ്ഞ ഡീലിങ് ആക്ച്വലി ഇപ്പോൾ ഹാഫ് ബോയിൽ കഴിക്കാൻ പോവാണ്. പറഞ്ഞിട്ടില്ല, കഴിക്കുമ്പോൾ ഞാൻ എൻ്റെ ഇത് കാണിച്ചു തരാം. ഫസ്റ്റ് ടൈം കഴിക്കാൻ പോവാണ്. സോ എനിക്ക് ഇല മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ ഗീ റോസ്റ്റ് പറഞ്ഞു, നീ എന്താ അവൻ ഇഡ്ഡലി പറഞ്ഞു, ആ വട. ആശിഷ് പൂരി പറഞ്ഞു. ആശിഷും ഷിബിനും പൂരി. ആ രണ്ടിരിക്കട്ടെ. സോ ഫസ്റ്റ് തന്നെ വട വന്നു. ഇനി ചായ പറഞ്ഞിട്ടുണ്ട്, ഗീ റോസ്റ്റ് വരണം. സോ ബാക്കിയുള്ളത് ഞാൻ ഫുഡ് വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ ദോശ വന്നു, അവൻ്റെ പൂരി വന്നു, എൻ്റെ ഇഡ്ഡലി വന്നു. എനിക്ക് ഒരു ഓംലെറ്റ് വേണം. ആ അതും കഴിക്കും. 3 omelette 2 half boil. கிழங்கு கறியில்லையா? எனக்கும் பிரவீனா அவங்களுக்கு ஒரு டீல் இருந்துச்சு. நான் ஒன்று பண்ண, அவங்க மாப்பாய் சாப்பிட சொன்னாங்க. சாப்பிடுங்க. சாப்பிட்டு வந்து எடுத்தா நீங்க தான். நான் அது எப்படி, நீங்கள் தான் டீலிங் பண்ணீங்க. நீங்கள் சொல்கிற சாப்பிடுறதுதான் சொன்னேன். அதுக்கப்புறம் எனக்கு என் கையில் இல்லைப்பா. சரி சாப்பிடுங்க. இது என்ன ஃபர்ஸ்ட் ஃபுல்லாக பிச்சு தின்னணுமா? அந்த மாதிரி செஞ்சு தெரியல. இல்லாட்டி மொத்தமாக கூட உள்ள போட்டுக்கலாம் மாட்டீங்க. அப்படியே மடிச்சு உள்ள போடுங்க. அது கஷ்டம். ஏங்க உடஞ்சா திங்க முடியாது. உடையாதுடா. ரொம்ப க்ளோஸராக இருக்குது. கேமரா வச்சுட்டு 2 சைட்லேருந்து எடுக்கிறீங்க. இதில் சட்னி வைக்க மாட்டோம். ஆமாம் ஆமாம், அப்படியே போடு. இப்படி அது சிரிப்பு காமிக்காதடா. அடைஞ்சிரும். 2 கையில் பிடிச்சி விட்டேன் கம்மனா. போடு. வாயில் உள்ள எப்படிங்க இருக்கு? அவ்வளோதான். டீ 4 பேர் இருக்கும். எப்படிங்க ரிவ்யூ கொடுங்க. சாப்பிட்டு முடிக்கிட்டான். எல்லாம் இருக்குடி. சொல்ல மாட்டேறா நல்லா இருக்குது. நல்லா தான் இருக்குது. நல்லா இருக்கு. இதெல்லாம் நாங்கள் இத்தனை வருஷம் மாற்றுது.
ജയിച്ചിട്ടേ. ஓகே we are done with OT. இதுல தானே இல்ல போன்ல எடுக்கணுமா? சவா நான் திரும்பிடுறேன். ஆசிஷா பாய் பாய். இப்படி நீ அதெல்லாம் வேணாம், அதெல்லாம் முட்டாய். ஐயோ முட்டாய் கொடுக்க மாட்டாங்க. பூச்சி போல பஸ் வந்துச்சு. பூச்சி பிள்ளை அதெல்லாம் திட்டுங்க கொஞ்சம் பூச்சி பாதம். ஊட்டி பருத்தி மடிச்சு ഊട്ടി വരച്ച് മേടിച്ചു. അവൻ വീട്ടിലേക്ക് വേറെ ചായ മേടിച്ചു. കഴിഞ്ഞാ മതി.